സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം. ഡൂംസ് ഡേ, ശേഷം സീക്രട്ട് വാഴ്സ്, അതിന് മുന്നോടിയായിട്ട് പല സിനിമകളും ഇറങ്ങുന്നുണ്ട്. എന്നാൽ പോലും മാർവൽ ഇപ്പോൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സിനിമകൾക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നാൽ പോലും പലരുടെയും സംശയം എന്തായിരിക്കും ഡൂംസ് ഡേ എന്നും അല്ലെങ്കിൽ എന്തായിരിക്കും സീക്രട്ട് വാഴ്സിലേക്ക് നയിക്കുന്നത് എന്നുള്ളതുമാണ്. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഫാൻ തിയറിയുടെ ഡിസ്കഷൻ തന്നെയാണ്. വലിയ കാര്യമൊന്നുമില്ല, കോമിക്സിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ സിനിമാറ്റിക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു, അത്ര തന്നെ. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ് സ്റ്റാർട്ട്. കൃത്യമായിട്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ എക്കാലത്തെ മികച്ച കോമിക്സുകളിൽ ഒന്ന് തന്നെയാണ് സീക്രട്ട് വാഴ്സ്. എന്നാൽ സീക്രട്ട് വാഴ്സിലേക്ക് നയിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ടൈംസ് റൺ ഔട്ട് എന്നൊരു കോമിക്സ് അത്ര തന്നെ പ്രശസ്തിയായിട്ടുണ്ട്. ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഡൂംസ് ഡേ എന്ന് പറയുന്ന സിനിമ ഇതേ ടൈംസ് റൺ ഔട്ട് എന്ന കോമിക്സിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് തന്നെയാവണം. സോ അതോടെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുൻപായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സീക്രട്ട് വാഴ്സിന്റെ പ്രധാനപ്പെട്ട കഥ എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ പ്ലോട്ട് എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഥവാ ഇൻകേർഷൻ സംഭവിക്കുന്നു, മൾട്ടിവേഴ്സിന്റെ നാശത്തിന് കാരണമായിട്ടുള്ള ഇൻകേർഷൻ. ഈ മൾട്ടിവേഴ്സിൽ കുറേയധികം യൂണിവേഴ്സ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിലായിട്ടും ഓരോ എർത്തുണ്ട്. ഇത്തരത്തിലുള്ള മൾട്ടിവേഴ്സിലെ യൂണിവേഴ്സുകളിലെ എർത്തുകൾ അല്ലെങ്കിൽ ഓരോ പ്ലാനറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടുന്നതിന്റെ കാരണത്താൽ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ രണ്ട് യൂണിവേഴ്സ് നശിക്കും. ഏറ്റവും ശക്തിയായിട്ടുള്ളത് നിലനിൽക്കും, ശക്തി കുറഞ്ഞത് നശിക്കും. ഇത് തന്നെയാണ് ഇൻകേർഷൻ. ഇത്തരത്തിൽ ഇൻകേർഷൻ സംഭവിക്കുന്ന കാരണത്താൽ മുഴുവൻ ലോകത്തിന്റെയും അല്ലെങ്കിൽ മുഴുവൻ മൾട്ടിവേഴ്സിന്റെയും നാശം തന്നെയാണ്. എന്നാൽ സീക്രട്ട് വാഴ്സ് എന്ന കോമിക്സിലൂടെ നമ്മൾ കണ്ടത് ബാക്കി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മിച്ചം വന്നിരുന്ന ആ ഒരു യൂണിവേഴ്സുകളെ എല്ലാം കൂട്ടിച്ചേർത്ത് ഡോക്ടർ ഡൂം ഒരു വലിയ യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു. ഇതാണ് ബാറ്റിൽ വേൾഡ്. അവിടുത്തെ രാജാവായും ദൈവമായുമെല്ലാം ഡോക്ടർ ഡൂം അറിയപ്പെടുന്നു, ഗോഡ് എംപറർ ഡൂം. ബേസിക്കലി ഇത്ര മാത്രമാണ് സീക്രട്ട് വാഴ്സിന്റെ കഥ. എന്നാൽ ഇതിനുശേഷം കുറേയധികം ഇവന്റുകൾ നടക്കുന്നുണ്ട്. ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡൂംസ് ഡേ എന്ന സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ബേസിക്കലി ഇതിന്റെ ഒരു പ്ലോട്ട് തന്നെ ആയിരിക്കണം. ഇപ്പോൾ വരുന്ന പല തിയറികളും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പല പ്ലോട്ടുകളും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാം ആരംഭിക്കുന്നത് ഒരു പരിധിവരെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമയിലൂടെ തന്നെ ആയിരിക്കണം. സോ അതോടെ തന്നെ താനോസിനെ എങ്ങനെയാണോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പല സിനിമകളിലൂടെ അവർ അവതരിപ്പിച്ചത്, അതുപോലെ തന്നെ ഡോക്ടർ ഡൂമിനെ ഇനി വരാൻ പോകുന്ന പല സിനിമകളിലൂടെയും നമ്മൾ അങ്ങായിട്ട് കാണും, അല്ലെങ്കിൽ പുള്ളിയുടെ പ്ലാനും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശേഷം ഏറ്റവും ഒടുവിൽ ഫാന്റാസ്റ്റിക് ഫോറിലൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടും. ശേഷം ഡൂംസ് ഡേയിലൂടെ പുള്ളിയുടെ പ്ലാനും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ടൈംസ് റൺ ഔട്ട് എന്ന ഒരു കോമിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അഥവാ ടൈംസ് റൺ ഔട്ട് എന്ന കോമിക്സിലൂടെ ഇൻകേർഷൻ നമ്മൾ കാണുന്നു, അതിന് പിന്നിലുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ബിയോണ്ടേഴ്സ് എന്ന് പറയുന്ന സൂപ്പർ ബീങ്സ് തന്നെയാണ് ഈ മൾട്ടിവേഴ്സിന്റെ എല്ലാം ക്രിയേഷന് പിന്നിൽ. അവർ ഓരോ യൂണിവേഴ്സുകളിലായിട്ട് ഒരു മോളിക്കുലർ മാനെ ഇട്ടുകൊടുത്തിരുന്നു. എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന മോളിക്കുലർ മാൻ. എന്നാൽ ഈ മോളിക്കുലർ മാനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിട്ട് അവർ തീരുമാനിച്ചു കൊന്നുകളയാമെന്ന്. ഈ ഓരോ മോളിക്കുലർ മാൻ നശിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ മുഴുവൻ യൂണിവേഴ്സിന്റെയും നാശമാണ്. സോ അതോടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ബിയോണ്ടേഴ്സ് എത്തി. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഡോക്ടർ ഡൂം അവർക്ക് മുന്നേ തന്നെ ഓരോ യൂണിവേഴ്സുകളിലായിട്ട് പോയി ഓരോ മോളിക്കുലർ മാനെ കൊന്നുകളഞ്ഞു. ഇത്തരത്തിൽ ഓരോന്നിനെയും കൊന്നുകളഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഇൻകേർഷൻ. കാരണം ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് അവിടെ സംഭവിക്കുകയും ഒരു ചെറിയൊരു സാധനം വലിയൊരു കാരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇൻകേർഷൻ സംഭവിച്ചു. ബിയോണ്ടേഴ്സിന് പോലും ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഡൂം ഗോഡ് എംപറർ ഡൂമായിട്ട് മാറി. ഇത് തന്നെയായിരിക്കും ഏറെക്കുറെ MCUവിൽ നടക്കാൻ പോകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും മോളിക്കുലർ മാൻ എന്നൊരു കൺസെപ്റ്റിന് പകരമായിട്ട് MCUവിൽ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ആങ്കർ ബീങ്സിന് തന്നെയാണ്. ഇതേ ആങ്കർ ബീങ്സിന്റെ കൺസെപ്റ്റ് നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയിലൂടെ കണ്ടു കഴിഞ്ഞു. അഥവാ ഓരോ യൂണിവേഴ്സിന്റെയും കേന്ദ്രമായിട്ടുള്ള ആങ്കർ ബീങ്സ്. ഇത്തരത്തിൽ ആങ്കർ ബീങ്സ് MCUവിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആങ്കർ ബീങ്ങിന്റെ മരണം എന്നത് ആ മുഴുവൻ ടൈം ലൈനിന്റെയും അല്ലെങ്കിൽ ആ മുഴുവൻ യൂണിവേഴ്സിന്റെയും നാശമാണ്. സോ അതോടെ തന്നെ മോളിക്കുലർ മാനും ആങ്കർ ബീങ്സും ടെക്നിക്കലി സെയിം തന്നെയാണ്. സോ അതോടെ തന്നെ ഡോക്ടർ ഡൂം ചെയ്യാൻ പോകുന്നത് ഇത്തരം ആങ്കർ ബീങ്സിനെ കൊല്ലുക എന്നുള്ളത് തന്നെയായിരിക്കും. ഇത്തരം ആങ്കർ ബീങ്സിനെ ഓരോ യൂണിവേഴ്സുകളിൽ പോയി കൊന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ബേസിക്കലി ഇൻകേർഷൻ നടക്കുക എന്നുള്ളത് തന്നെയാണ്. സോ അതോടെ തന്നെ ഏറെക്കുറെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ TV ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു പരിധിവരെ ഡോക്ടർ ഡൂം ഇത്തരം ആങ്കർ ബീങ്സിനെ കണ്ടെത്താൻ പോകുന്നത്. സോ എന്തൊക്കെ തന്നെയാലും ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഡൂം വന്നെത്താൻ പോകുന്നത് മറ്റാരുടെ മുന്നിലായിരിക്കില്ല,
ലോക്കിയുടെ മുന്നിൽ തന്നെയാണ്. കാരണം ലോക്കിയാണ് ഇപ്പോൾ മൾട്ടിവേഴ്സിന്റെ ദൈവമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു റീക്രിയേഷൻ സീൻ തന്നെയായിരിക്കും അവഞ്ചേഴ്സ് 1-ൽ നടന്നതുപോലെയുള്ള സീൻ തന്നെ. ഇത് മാത്രമല്ലാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാരം ഇതേ ലോക്കി വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പരിധിവരെ ബാറ്റിൽ വേൾഡിന് ഒരു ഫ്യൂലായിട്ട് ഡോക്ടർ ഡൂം ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഓരോ യൂണിവേഴ്സുകളിൽ പോയി ആങ്കർ ബീങ്സിനെ കൊല്ലുന്നതിലൂടെ ഡോക്ടർ ഡൂം അത്രമാത്രം പവർഫുള്ളായി മാറുകയും ലോക്കിയേക്കാൾ ശക്തിയേറിയ ഒരു ബീയിങ് ആയിട്ട് ഡോക്ടർ ഡൂം മാറുകയും ചെയ്യുന്നു. അഥവാ ഒരു ഗോഡ് എംപറർ ലെവലിലേക്ക് ഇപ്പോൾ തന്നെ ഡോക്ടർ ഡൂം മാറിയിരിക്കും. സോ അതോടെ തന്നെ ലോക്കിയെ വേണമെങ്കിൽ ഒരു ഫ്യൂലായിട്ട്, അതായത് ബാറ്റിൽ വേൾഡിന്റെ ഒരു ഫ്യൂലായിട്ട് ഡോക്ടർ ഡൂം വേണമെങ്കിൽ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് അവഞ്ചേഴ്സിന് പോലും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ യൂണിവേഴ്സിന്റെ കാവൽക്കാർ അവഞ്ചേഴ്സ് ആണ്. അവഞ്ചേഴ്സിന് ഇതിനെ തടുക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ ഓരോ യൂണിവേഴ്സുകളിലും സൂപ്പർ ഹീറോസ് ഉണ്ട്. ആ ഓരോരോ സൂപ്പർ ഹീറോസിനും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരുന്നു. ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഇവരെല്ലാവരും തന്നെ തോറ്റ് മുഴുവൻ യൂണിവേഴ്സും നശിക്കുന്നത് തന്നെയാണ്. ഈ അവസരത്തിൽ ഡോക്ടർ ഡൂം തൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ച് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അഥവാ ഇൻഫിനിറ്റി വാറിന്റെ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് പോലെ സ്നാപ്പ് ചെയ്യുന്നു. പകുതി യൂണിവേഴ്സിലെ ജീവജാലങ്ങൾ നശിച്ചു പോകുന്നു. അതേപോലെ ഈ സിനിമയുടെ അഥവാ ഡൂംസ്ഡേയുടെ ഏറ്റവും ഒടുവിലായിട്ട് സംഭവിക്കാൻ പോകുന്നത് മുഴുവൻ ലോകത്തിന്റെ നാശമാണ്. എന്നാൽ കണ്ണ് തുറക്കുന്ന തൊട്ടടുത്ത നിമിഷം അവർ മറ്റൊരു യൂണിവേഴ്സിൽ എത്തിയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തെത്തിയിരിക്കും. അതായിരിക്കും ബാറ്റിൽ വേൾഡ്. അവിടെ ഡോക്ടർ ഡൂം ഒരു ദൈവമായിട്ടുണ്ടാകും. വേണമെങ്കിൽ തോർ ലോക്കിയെ രണ്ടാമത് കണ്ടുമുട്ടുന്നതും ഇതേ അവസരത്തിലുമാകാം. ഒരു പരിധി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്തരത്തിൽ കറ പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു തിയറി മാത്രമാണ്. ഇപ്പോൾ ഏറെക്കുറെ എന്താണ് ഡൂംസ് ഡേ എന്നുള്ളതിന്റെ ഒരു ഐഡിയ എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് മാത്രമല്ല അതേ വരും വീഡിയോസുകളിലൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ അതോട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.